നമസ്കാരം. വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ഒരു തിരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുകയാണ് കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ. ഇതിനു മുമ്പ് 3 തിരഞ്ഞെടുപ്പുകൾ ഞാൻ മുൻകൂറായി പ്രവചിച്ചിരുന്നു. അതിന്റെ ഫലം ഏതാണ്ട് പൂർണ്ണമായും അത് ശരിയായി. അതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെ കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ മണ്ഡലങ്ങളെയും എടുത്ത് പരിശോധിക്കുകയാണ്. അവിടെ ആർക്കാണ് സാധ്യത എന്ന് പ്രവചിക്കുകയാണ്. ആദ്യമായി നമുക്ക് നോക്കാം ഒരു നിയമസഭാ ഇലക്ഷൻ. കുന്നത്തുനാട് നിയോജക മണ്ഡലമാണ്. ഈ 2020യും BJPയും സഖ്യമായതോടുകൂടി കേരളത്തിന്റെ ശ്രദ്ധ എല്ലാം തന്നെ കുന്നത്തുനാടിലേക്കാണ്. എറണാകുളം ജില്ലയിൽ ഉണ്ടാകുന്ന അത്ഭുതം എന്താണെന്ന് പ്രവചിക്കുകയാണ് പ്രാവശ്യം. ആർക്കാണ് സാധ്യത, ആരാണ് വിജയിക്കുക എന്ന് പറയുന്നതിന് മുമ്പ് മുൻ തിരഞ്ഞെടുപ്പുകളിൽ ഈ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ ഉണ്ടായ റിസൾട്ടുകൾ എന്താണ്, എങ്ങനെയാണ്, ആരാണ് ജയിച്ചത്, അവരുടെ വോട്ട് എന്താണെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കിറ്റക്സ് MD സാബു M ജേക്കബ് 2020 എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നതിന് മുമ്പ് 2016 മത്സരിക്കാനുണ്ടായിരുന്നത് 3 കക്ഷികളാണ്. 1 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, 2 CPIM, 3 BJP. എന്തൊക്കെയാണ് ഇവർക്ക് ലഭിച്ച വോട്ടുകൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി 2016 നോക്കൂ, BJP NDA കക്ഷിയുടെ ഭാഗത്തു നിന്ന് BDJs ആണ് മത്സരിച്ചത്. ആ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം അവരുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായ സജീന്ദ്രൻ, VP സജീന്ദ്രൻ. അദ്ദേഹം 65,445 വോട്ടുകളാണ് നേടിയത്. നോക്കൂ, CPIMന് വേണ്ടി മത്സരിച്ചത് ഷിജി ശിവജി എന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അവർ 62,766 വോട്ടുകളാണ് നേടിയത്. BJP BDJS സഖ്യകക്ഷിയായിട്ട് NDAയുടെ സ്ഥാനാർത്ഥിയായി തുറവൂർ സുരേഷ് മത്സരിച്ചു. 16,459 വോട്ടാണ് 2016 ഓരോ മുന്നണികൾക്കും ഈ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ ലഭിച്ചത്. ഇനി 2021 വരികയാണെങ്കിൽ കുന്നത്തുനാട് CPM വിജയിച്ചു. ശ്രീനിജൻ ആണ് വിജയിച്ചത്. നിലവിലെ MLA ആയിട്ടുള്ള ശ്രീനിജൻ അവിടെ വിജയിച്ചു. 52,351 വോട്ടാണ് അദ്ദേഹം നേടിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 49,636 വോട്ട് നേടി. നോക്കൂ, അവിടെ 2020 എന്ന ഒരു പാർട്ടി പെട്ടെന്ന് തന്നെ രൂപം കൊണ്ടു, അത്ഭുതങ്ങൾ കാണിച്ചു. അവർ 40,000 മുകളിൽ വോട്ട് നേടി. 40,000 മുകളിൽ വോട്ട് നേടി ഒരു 3ാം സ്ഥാനത്തേക്ക് എത്തി. അവർ നേടിയത് 42,701 വോട്ടാണ്. 10,000 വോട്ട് മാത്രമാണ് 1ാം സ്ഥാനത്തെത്തിയ ശ്രീനിജനേക്കാളും 2020യുടെ സ്ഥാനാർത്ഥി കുറവ്. ഇവിടെ BJP സ്ഥാനാർത്ഥി 2016 നിന്ന് അവർക്ക് വോട്ട് കുറയുകയാണ്. 16,000 നിന്ന് 7,216 കുറയുക. ഇതിൽ കുറച്ച് വ്യത്യാസം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായി. 2016 നിന്നും 2021 എത്തുമ്പോൾ ഓരോ പാർട്ടി നേട്ടമുണ്ടാക്കിയത് 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമാണ്. നോക്കൂ, CPMന് 65,445 വോട്ടുകൾ 2016 ലഭിച്ചിരുന്നെങ്കിൽ നേരെ തിരിച്ച് 2021 അത് 52,351 വോട്ടായി കുറയുന്നു. 10,000 വോട്ടിന്റെ കുറവുണ്ടാവുന്നവർക്ക്. നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 65,445 വോട്ടുകൾ 2016 ലഭിച്ചാൽ 2021 49,636 വോട്ട് ആകുന്നു. അവർക്ക് 16,000 വോട്ടിന്റെ കുറവുണ്ടാകുന്നു. 16,000 വോട്ടിന് UDFന് കുറവുണ്ടാകുന്നു. അതും BJPക്ക് ആവട്ടെ 16 BDJs മത്സരിച്ചപ്പോൾ 16,459 വോട്ട് ലഭിച്ച BJPക്ക് തുറവൂർ സുരേഷ് മത്സരിച്ച് BDJസിന് വേണ്ടി മത്സരിച്ചു. 2021 ആകുമ്പോൾ രേണു സുരേഷ് മത്സരിച്ചു. രേണു സുരേഷിന് ലഭിക്കുന്നത് 7,216 9,000 വോട്ടിന്റെ കുറവ് അവർക്കും ഉണ്ടാകുന്നു. അവിടെ അത്ഭുതപൂർവമായ ഒരു വളർച്ച 2020 അവിടെ നേടുന്നു. ഈ ഏറ്റവും അവസാനം നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ, ഈ വർഷം നടന്ന 2025 നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അവിടെ വലിയ നേട്ടം ആണ് 2020ക്ക് ഉണ്ടായത്. അവിടെ രാഷ്ട്രീയം ഏതാണ്ട് മാറുന്നു. അത് മാത്രമല്ല, ഈ നാളുകളിൽ 2020യും BJPയും സഖ്യകക്ഷിയായി, 2020 NDAയുടെ സഖ്യകക്ഷിയായി മാറുകയാണ്. ഓരോ കക്ഷികൾക്കും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലം പരിധിയിൽ ലഭിച്ച വോട്ട് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശ്രീനിജൻ വിജയിച്ച കുന്നത്തുനാട് മണ്ഡലത്തിൽ 2025 നടന്ന ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ UDF ലീഡ് നേടുന്നു എന്നുള്ളതാണ്. UDF 56,888 വോട്ടാണ് നേടിയത്. അത്ഭുതകരം എന്ന് പറയുന്നത് 2020 2ാം സ്ഥാനത്തേക്ക് കടന്നു വരികയാണ്.
2020 42,000 നിന്നും 8,000 വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് 50,712 വോട്ടുകൾ 2020 നേടുകയാണ്. നോക്കൂ, 6,000 വോട്ടിന്റെ വ്യത്യാസം 2020യും UDFും തമ്മിൽ. LDF 43,014 വോട്ട് നേടുന്നു. ഇവിടെയാണ് മറ്റൊരു രാഷ്ട്രീയ കേരളം ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട മറ്റൊരു കാര്യം. BJP 8,690 വോട്ട് നേടുന്നു. BJPയുടെ 8,690 വോട്ടും അതായത് 2020യുടെ 51,712 വോട്ടും, 50,000 എന്ന് തെറ്റായി പറ, 51,712 വോട്ടും കൂടുമ്പോൾ 60,000 വോട്ട് അവർക്ക് കൂടുന്നു. അതുമാത്രമല്ല 2020ക്ക് വലിയ സാധ്യതകൾ വരുന്നത് അവിടെ വാഴക്കുളം പഞ്ചായത്തിൽ BJPക്ക് 2 സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞു. ആ വാഴക്കുളം പഞ്ചായത്തിൽ 2020 മത്സരിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് 4,000-ഓളം വോട്ടുകൾ 2020ക്ക് ഈ വാഴക്കുളം പഞ്ചായത്തിലുണ്ട്. അതടക്കം NDAക്ക് ഈ 2025 വോട്ട് നില NDAയുടെ 65,000 വോട്ടാണ്. 56,000-57,000 വോട്ടാണ് UDFന്. 43,000 വോട്ടാണ് LDFന്. മധ്യവർഗ ജനവിഭാഗങ്ങളിൽ നിന്നും യുവാക്കളിൽ നിന്നും വലിയ പിന്തുണയാണ് 2020ക്ക് ഉള്ളത്. അതുമാത്രമല്ല, നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങളെ വെറുക്കുന്ന ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ 2020 പോലെയുള്ള ഒരു പുത്തൻ രാഷ്ട്രീയ സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ചയാണ് കുന്നത്തുനാടും എറണാകുളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും കാണുന്നത്. അതുമാത്രമല്ല, അവർക്കുള്ള ഒരേ ഒരു പരാധീനത, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു കെട്ടുറപ്പോട് കൂടി മുന്നോട്ട് പോകാൻ എങ്ങനെ കഴിയും? അവർക്ക് രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് മറ്റൊരു മേഖലയാണ്. തിരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കാൻ കഴിയുക, ഇത്തരം കാര്യങ്ങളാണ് അവർക്ക്. ആളുകളുടെ ഒരു ഡെഡിക്കേഷൻ കൊണ്ട് മാത്രം അവർ വിജയിച്ചു പോവുകയാണ്. ഇവിടെയാണ് BJP എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഒരു തിരഞ്ഞെടുപ്പ് യന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള 2020യുടെ കൂട്ടുകെട്ട് ഗുണം ചെയ്യുക. 2020യുടെ വോട്ട് ബാങ്കും BJPയുടെ ചെറുതല്ലാത്ത ഒരു വോട്ട് ബാങ്കും കൂടുമ്പോൾ തന്നെ ഏതാണ്ട് 9,000 വോട്ടിന്റെ ഭൂരിപക്ഷം 9,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടെ ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല, ഒരു 4,000-5,000 ഇടയിൽ വോട്ടുകൾ ഇതിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഈ 5,000 വോട്ട് എന്ന് പറയുന്നത് അവിടെയുള്ള BJP വിരുദ്ധ വോട്ടുകൾ, മുൻകാലങ്ങളിൽ 2020ക്ക് കിട്ടിയിരുന്ന BJP വിരുദ്ധമായിട്ട് മനസ്സുള്ള ആളുകൾ, അത്തരം ആളുകളുടെ ഒരു 5,000 വോട്ട് അവർക്ക് കുറയുവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് കവർ ചെയ്യുവാൻ BJPയുടെ ഈ 10,000-നടുത്ത് 9,000 നോക്കൂ, ഏറ്റവും മോശം സമയത്ത് പോലും 8,000 വോട്ട് ലഭിക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അത് 16,000 വരെ ആകാം. BJP ഒരു വിജയസാധ്യതയോടുകൂടി ചിട്ടയായ പ്രവർത്തനം നടത്താൻ BJPക്ക് തിരഞ്ഞെടുപ്പുകളിൽ സാധിക്കാതെ തീർച്ചയായും ഒരു വിജയസാധ്യത ഇല്ലാത്തടത്ത് പോലും ചിട്ടയായ പ്രവർത്തനങ്ങൾ അവർ നടത്താറുണ്ട്. അവിടെ വിജയസാധ്യതയും വരികയാണ്. ശക്തമായിട്ടുള്ള ഒരു സഖ്യകക്ഷി, ഈ 2020 എന്ന സഖ്യകക്ഷിയും വരുമ്പോൾ അവിടെ 2020യുടെ സ്ഥാനാർത്ഥിക്ക് ഒരു 10,000 വോട്ടിനെങ്കിലും വിജയിക്കാൻ സാധ്യതയുണ്ട്. ആദ്യം റിസൾട്ട് വരുന്ന എൻ്റെ വാക്കുകൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഈ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ NDAക്ക് ലഭിക്കുന്ന സീറ്റുകളിൽ ആദ്യത്തേത് കുന്നത്തുനാടിലായിരിക്കും. അതും 10,000 വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് നിയോജക മണ്ഡലം 2020 BJP NDA സ്ഥാനാർത്ഥി നേടിയിരിക്കും എന്നാണ് ആദ്യമായിട്ട് ഈ 140 മണ്ഡലങ്ങളിലെ ആദ്യത്തെ മണ്ഡലത്തിലെ വിശകലനത്തിലൂടെ പറയുന്നത്. നന്ദി, നമസ്കാരം.